ഞാൻ കാണുന്നത് എന്തോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു റെവലേഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ട്. എന്തോ ഒരു കാര്യം പുറത്തു വരാൻ പോകുന്നുണ്ട്. ആൻഡ് അതോടെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് മെസ്സേജസ് യൂണിവേഴ്സിന്റെ എന്ന് നമ്മൾക്ക് നോക്കാം. ഞാൻ ഓൾറെഡി ഡെക്കിനെ ഷഫൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാർഡ്സ് എടുക്കാൻ പോകുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇവിടെ വന്നിരിക്കണോ നോ നീഡ് ടു വറി. അപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ എന്താ സിറ്റുവേഷൻ വെച്ചാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ വറി ചെയ്യരുത്. നിങ്ങൾ കുറെ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, സ്ട്രെസ് എടുക്കുന്നുണ്ട്, അത് ചെയ്യേണ്ട ആവശ്യമില്ല. ചൂസ് എ ന്യൂ ഡയറക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവര് ബ്ലോക്ക്ഡായി ഫീൽ ചെയ്യുന്നുണ്ട്. മുമ്പോട്ടേക്ക് പോവാൻ നോക്കണോ, എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോൾ അപ്പോഴേക്ക് തടസ്സം വരുന്നുണ്ട്. അപ്പൊ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ആ ഡിറക്ഷൻ മാറ്റി നോക്കുക, ഒരു പുതിയ ഡിറക്ഷനിലേക്ക് പോവുക, എന്തോ ഒരു പുതിയ അപ്രോച്ച് യൂസ് ചെയ്യുക. ഇവിടെ ഗെറ്റ് മോർ ഇൻഫർമേഷനും വന്നിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞ മാതിരി എന്തോ റിവീൽ ആവുന്നുണ്ട്. ഈ റെവലേഷൻ എങ്ങനെയാ ആവണ വെച്ചാൽ നിങ്ങൾ ആ ഇൻഫർമേഷൻ തേടുമ്പോഴാണ്, നിങ്ങൾ ആ ഇൻഫർമേഷന് വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് ഈ റെവലേഷൻ ഉണ്ടാവാൻ പോണത്. അതുകൊണ്ട് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തോ ഒരു ഇൻഫർമേഷൻ, എന്തെങ്കിലും ഒരു റീസെർച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ ആ ഇൻഫർമേഷൻ, ആ റീസെർച്ചിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ചോദിച്ചാൽ ഇല്ലെങ്കിൽ ഓൺലൈൻ പോയാൽ ആ ട്രൂത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിറക്ഷൻ കിട്ടും. അപ്പോൾ ആ ഒരു ആക്ഷൻ നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. ഞാൻ ഇവിടെ കാണുന്നത് ലുക്ക് ഫോർ എ സൈൻ. അപ്പോൾ അഗൈൻ എവിടെയോ നിങ്ങൾ ഒരു തടസ്സം, ബ്ലോക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയണത് നിങ്ങൾക്ക് കുറച്ചുകൂടിയും ഒരു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം മനസ്സിലാവുക. ലുക്ക് ഫോർ എ സൈൻ വന്നിട്ടുണ്ട്, യു ആർ റെഡി വന്നിട്ടുണ്ട്, ഈ ഇൻഫർമേഷൻ റിസീവ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ്. ആൻഡ് ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻ, ഈ ട്രൂത്ത് റിവീൽ ആവുമ്പോൾ നിങ്ങളുടെ ഈ സിറ്റുവേഷൻ ഓട്ടോമാറ്റിക്കലി ഇംപ്രൂവ് ആവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളാണ് വെച്ചാൽ ഈ സമയത്ത് കമന്റ്സിൽ യെസ് എഴുതുക, ഐ ക്ലെയിം എന്ന് എഴുതുക. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.